മുനമ്പത്തെ 610 കുടുംബങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷയുള്ള ദിവസങ്ങളാണിത്. ഈ ബിൽ നിയമമാകുന്നതോടുകൂടി മുനമ്പം തീരത്തെ ജനങ്ങളുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഈ നാട് മുഴുവനും. മുനമ്പം സമരപന്തലിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിരാഹാര സമരം 172 ദിവസം പിന്നിടുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവർ ഒരുപാട് പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ചും ഈ ഒരു വഖഫ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും അത് പാസ്സാകും. അത് തീർച്ചയായിട്ടും അതുവഴി തങ്ങളുടെ ഈ ഒരു തങ്ങൾ വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ ഭൂമി തങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ മുനമ്പം നിവാസികളുള്ളത്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം, എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ ഒരു ബിൽ അവതരണത്തിൽ? ഈ ഒരു ബിൽ പാസ്സാകുമോ? എന്താണ് പ്രതീക്ഷ? ഈ ബിൽ പാസ്സാകുമോ? എങ്ങനെയാണ് പ്രതീക്ഷ? നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, അതായത് ഈ ഒരു കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ CPM ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സഭയിൽ അത് എതിർക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇല്ല, ഇതുവരെ ആരുമില്ല നമ്മുടെ കൂടെ. എല്ലാവരും എംപിമാരുമില്ല. എന്തായാലും ഈ ജനപ്രതിനിധികളൊക്കെ വീണ്ടും നിങ്ങളെ കാണാൻ വരും. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു പ്രതികരണം? ഇപ്പൊ നിൽക്കാന്നോണ്ട് കൂടെ നിക്കണില്ലല്ലോ. ഞങ്ങൾക്ക് ഈ ബില്ല് പാസ്സാവണം നോക്കിയാൽ ഞങ്ങൾ നിൽക്കണത്. ആ സന്തോഷത്തിലാണ് പിരിക്കണത്. തീർച്ചയായും അവരുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് ഈ ഒരു ഭേദഗതി പാസ്സാകുന്നതോടെ, ഈ ഭേദഗതി ബിൽ ഈ സഭയിൽ ഇരുസഭകളിലും പാസ്സാകുന്നതോടുകൂടി തീർച്ചയായും ഇതിന്റെ ഒരു ഇവർക്ക് തങ്ങളുടെ ഈ ഒരു അവകാശം, ഇത്രയും നാളായിട്ടുള്ള അവകാശം തിരിച്ചു കിട്ടുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഒരു നിരാഹാര സമരം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകൾ ഇവർക്ക് പിന്തുണയുമായി എത്തുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ഈ ഒരു നിരാഹാര സമരം 172 ദിവസം ഇപ്പോൾ പിന്നിടുകയാണ്.